ഇപ്പോൾ കൊച്ചിയിൽ പോയി കുറേ ദിവസം ജീവിക്കുമ്പോൾ അവിടെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ഫ്ലേവർ. അല്ലാതെ കൊച്ചി ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് കൊച്ചിയിൽ ജനിച്ചു വളർന്ന ലാലനോട് ഈ കുമ്പാരി എന്നൊക്കെയുള്ള പരിപാടി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുമ്പാരി തെറ്റുണ്ടോ? ഇല്ല, ഞാൻ പോലും അത്ഭുതപ്പെട്ടു. പകരം കോഴിക്കോട്ടുകാരൻ ഒരു ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്. അതിൻ്റെ ഒരു പ്രാദേശിക സ്വഭാവത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ. ഇപ്പോൾ തൃശ്ശൂർ സ്ലാങ് എന്ന് പറഞ്ഞിട്ട് പ്രാചീനങ്ങനെ പ്രകടമായി എന്തുട്ടാ അങ്ങനെയൊന്നും ചിലപ്പോൾ തൃശ്ശൂർകാരെ പറയണമെന്നൊന്നുമില്ല. അത് ഓരോ സന്ദർഭത്തിലാണ് ഓരോ വാക്കുകളും അവർ ഉപയോഗിക്കുന്നത്. പാലയിൽ രാജുവിൻ്റെ നോവലിലുള്ള സംഭാഷണം, പിന്നെ ഞാൻ പേരാമ്പ്രക്കാരനും അവൻ കടിയങ്കോട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ചില സിനിമകളിലൊക്കെ ഒരു നാടകം പോലെ ആയി പോകുന്നൊരു അവസരങ്ങളുണ്ട്. ഡയലോഗ്സ് എഴുതിയാലും അത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കയ്യിൽ നിന്ന് പോകും. മമ്മൂട്ടി എന്നൊരു ആക്ടർ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വേരിയേഷൻ കിട്ടിയിരിക്കുന്നത്. ആള് ഡയലോഗ് പറയുന്നത് കൃത്യമാണ്, എക്സാജറേഷൻ ഇല്ല, അതിന് ഓവറായിട്ടൊന്നും ചെയ്യില്ല. അത് എന്തിനു പറയാറുണ്ടോ സാർ? ഇങ്ങനെ പറയണമെന്ന് പറയാറുണ്ടോ? ഇല്ല, അയാൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ചർച്ചകളിൽ തന്നെ ഇപ്പോൾ സ്ലാങ്ങിൻ്റെ സ്വഭാവം, പിന്നെ ഞാൻ എഴുതിയ ഡയലോഗുകൾ കാണുമ്പോൾ തന്നെ പുള്ളി അത്ര പ്രഥം കിട്ടിയിട്ടില്ല ആരോടെങ്കിലും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പുള്ളി അതിൻ്റെ ഒരു ഹോംവർക്ക് ഉണ്ട് പുള്ളിയിൽ. പുള്ളിക്ക് കൊടുക്കുന്ന സീനൊക്കെ അത് എന്നെ കൊണ്ട് വായിപ്പിക്കും. അതിൽ തന്നെ പുള്ളിക്ക് കിട്ടും. അപ്പം ലാൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ലാലിൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട തൂവാന തുമ്പിയുള്ള തൃശ്ശൂർ ഭാഷ വളരെ ബോറാണ്. പപ്പേട്ടനും ശ്രമിച്ചിട്ടില്ല, ലാലും ശ്രമിച്ചിട്ടില്ല. അത് തൃശ്ശൂർ സ്ലാങ്ങിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുക ചെയ്തത്. നമുക്കൊരു നാരങ്ങളം കാച്ചാലോ ആ താളത്തിലൊന്നും അല്ല തൃശ്ശൂർക്കാരൻ സംസാരിക്കുക. എന്നാൽ ഇതേ ജയകൃഷ്ണൻ ക്ലാരിയോട് സംസാരിക്കുമ്പോൾ ശുദ്ധ റൊമാൻറ്റിക് പപ്പേട്ടൻ്റെ സാഹിത്യത്തിലാണ് സംസാരിക്കുന്നത്. ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിൽ മമ്മൂട്ടിക്ക് ഇത് ഒരു ഭയങ്കര എന്താ വെറൈറ്റി ആണല്ലോ വരുന്നത്. അദ്ദേഹം ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇര അല്ലെങ്കിൽ അയാൾ രുചിച്ചാൽ കൊത്തുകയും പിന്നെ അതിനെ എങ്ങനെ ഭംഗിയാക്കി നമ്മളെ അത്ഭുതപ്പെടുത്താമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ലാലല്ല, അതർവൈസ് ലാലിൻ്റെ ബോഡി ലാംഗ്വേജും ലാലിൻ്റെ വളരെ കൺവിൻസിങ് ആയിട്ടൊരു ആക്ടറല്ലേ. അത് ലാൽ വളരെ മുമ്പേ തെളിയിച്ചിട്ടുള്ളതല്ലേ. ഗൾഫിൽ നിന്നും വന്ന് ബസ് വാങ്ങി പൊളിഞ്ഞ ആളായി നമ്മുടെ ഖൂർക്ക വേഷം കിട്ടിയ തൊഴിൽ രഹിതനായ ഇപ്പുറത്ത് രാജാവിൻ്റെ മകനായാലും ഇതൊക്കെ അയാളും പിന്നെ അയാളുടെ ഭാഷയ്ക്ക് അയാളുടെ നേരത്തെ ആളമുണ്ട്. അത് ഞാനും തമ്മിൽ വളരെ മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് വേറെ ചിലരുടെ പറയുന്നത്. ഞാൻ എഴുതുന്നൊരു മീറ്റർ ലാലിന് രഞ്ജിയൊക്കെ പലയിടത്തും പറയാം. കൃത്യമായിട്ട് ലാലിനത് കിട്ടുന്നു. സോറി, ആൽഫ എന്നല്ല, അല്ലാതെ ഇപ്പോൾ സ്പിരിറ്റിൽ എന്താണ് ആൽഫ മെയിൽ? നിങ്ങൾ എന്താണ് അതിനെ മറക്കുന്നത് ബോധപൂർവം? ആ സിനിമ തുടങ്ങുന്നത്, ഹലോ, ഇയാൾ ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി പരാജയവുമാണെന്ന് അയാളുടെ എക്സ് വൈഫ് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അങ്ങനൊരു സിനിമ മലയാളത്തിൽ തുടങ്ങിയിട്ടില്ല. എല്ലാവരോടും പുച്ഛം. ഇംഗ്ലീഷിലൊരു നോവൽ എഴുതുന്നുണ്ടെന്ന് പറയുന്നു, അത് എഴുതുകയില്ല, പൂർത്തിയാക്കുകയില്ല. അങ്ങനെയാണ് ഒരു ഹീറോയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കാണാൻ തയ്യാറേയില്ല. ഇപ്പോഴും എനിക്കറിയില്ല, ഒറ്റപ്പാലത്തങ്ങാണ്ട് വണ്ടി പിടിച്ച് നിൽക്കുകയാണ് ആൾക്കാർ രഞ്ജിത്തിൻ്റെ സിനിമകളെന്നും പറഞ്ഞു. അതാ സെൻ ഇയാൾ പറഞ്ഞില്ലേ, നീ ഇപ്പോഴും അവളെ ഞാനത് പുഴക്കാരെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ. നേരത്തെ ചോദിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒരു കരിയർ താങ്കളെ കഴിഞ്ഞൊരു 36 വർഷമായിട്ട് താങ്കളും കാണുന്നുണ്ട്. ഇതില് മമ്മൂട്ടി കൂടുതലായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ മോഹൻലാൽ കൂടുതലായി കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? അതൊരു യാഥാർത്ഥ്യമാണത്. ബാൽ ലാലിന് പണ്ട് കുറച്ച് വെള്ളം വേണം, കംഫർട്ട് സോൺ ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് അത് ലാൽ തുടക്കുന്നുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് മാറിയൊന്നുമല്ല, എനിക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാം.
അപരിചിതർ മാത്രമുള്ള ഒരു ലൊക്കേഷനിലേക്കൊക്കെ ലാലിന് വലിയ പാടാണ്. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ, അയാൾ മമ്മൂട്ടിക്കൊന്നും പ്രശ്നമില്ല, അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ അവനെ വിളി എന്ന് പറയുന്നതാണ് അയാൾ. അല്ല, പക്ഷെ അതുകൊണ്ട് ഈ മോഹൻലാലിൻ്റെ ഇതുമാതിരി ഇത്രയും നൈസർഗിക എബിലിറ്റി ഉള്ള ഒരാളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്നുണ്ടോ? അതല്ലേ അവരുടെ പക്ഷത്തു നിന്നും ഒരു ചൂട് മുന്നോട്ട് വരണ്ടേ. ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയെ ലാലിന് ചിലപ്പോൾ സിനിമകൾ കണ്ടു കാണും, ഇയാളെ കൊള്ളാം. അപ്പോഴും നിർമ്മാതാവിൻ്റെ സ്ഥാനത്തൊക്കെ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷിബു, ബേബി ജോണും ബേബി മറയൻ ബാബുവും ഒക്കെയാണ്. അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഇപ്പോഴും സ്ക്രീനിൽ മറ്റേ ക്യാമറയുടെ മുമ്പിൽ 100 പേര് ഇരിക്കുന്നയാൾ ഒരു നല്ല ക്രൗഡുള്ളൊരു ലൊക്കേഷനിൽ കാറിൽ വന്നിരുന്നാൽ ഇറങ്ങിയാൽ ഇപ്പം ഞാനുണ്ടെന്ന് വിചാരിക്കും, വന്ന് നമ്മളെ കൈ പിടിക്കും, കൈവിടും, കയ്യെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൗഡിനെ കടന്നു പോകാൻ ഇപ്പോഴും പ്രശ്നമുള്ള ആളാണ്. അയാൾക്കതൊരു എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന എവിടെയാണ് ആ മുറിക്കകത്ത് എത്തുമ്പോഴാണ് ഇയാൾ. മറ്റേയാൾക്ക് ഈ പറയുന്നത് പുരുഷാരം ഇല്ലെങ്കിൽ അവർ എന്നാലും ഇല്ലേ. രണ്ടും എനിക്ക് നല്ല ബന്ധങ്ങളുള്ള ആൾക്കാർ. ഇപ്പം ഞങ്ങൾ പ്രാഞ്ചിയിലെ പള്ളി ഷൂട്ട് ചെയ്യുന്ന ഗോവയിൽ. അല്ല, ഞാൻ നിരന്തരം ഗോവ യാത്ര നടന്നതാണ്. ഫെസ്റ്റിവൽ മാത്രം അല്ലാതെ എനിക്ക് അവിടെ സുഹൃത്തും കുടുംബവും. നാട്ടിൻപുറത്തൊരു പള്ളിയാണ്. അവിടെ ഷൂട്ടിന് വേണ്ടി മമ്മൂക്കയായിട്ട് പോയി. വിജനമായ സ്ഥലം, യൂണിറ്റിലല്ലാതെ ആരുമില്ല അവിടെ. ഇവിടെ ഒന്നും മനുഷ്യന്മാരില്ല. ഞാൻ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്, അവർക്ക് നിങ്ങളെ അറിയണ്ടാവില്ല. ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തെന്തോ ഞാൻ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോയപ്പോൾ പുള്ളിയും വന്ന് പുറത്ത് ഞങ്ങളിങ്ങനെ ചേർത്തിരിക്കുക. ഒരു സംഘം ആൾക്കാർ പള്ളിയിൽ എന്തോ ചടങ്ങിന് വന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ വരുന്നുണ്ട്. മലയാളികളുണ്ടാവും. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, മലയാളി ഇല്ലാത്ത എവിടെ. അവർ പള്ളിക്കകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് അവർ തിരിച്ചിറങ്ങി പോകുമ്പോൾ അതിൽ ഒരാൾ വരും. ഞാൻ അതാ പ്രശ്നം പരിഹരിച്ചു, ഒരു മലയാളി നിങ്ങളെ തേടി വരുന്നുണ്ടെന്ന്. ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ അയാൾ മമ്മൂക്കയെ നോക്കിയിട്ട്, യു ആർ ദ ഡയറക്ടർ? ഞാൻ പറഞ്ഞു, ഹൗ ഇസ് യുവർ വില്ലേജ് ചർച്ച്, യു ലൈക്ഡ്? You know Wendell Rhodes? Of course. He's a designer. I'm a lover of his design. I have 2-3 shirts. Wendell's grandparents lives here. Okay, proceed. Thank you. ഞാൻ മാപ്പിള ഞാനൊന്നും പറഞ്ഞു. പുള്ളി ചിരിക്കാൻ തുടങ്ങി. അതിൻ്റെ രസമാണല്ലേ നമ്മൾ ആരും അറിയാം. അങ്ങനെയും ഉണ്ടാവും. ആർക്കെങ്കിലും വേണം? രാത്രി 9 മണിക്ക് അപ്പുറത്തേക്ക് ഷൂട്ട് പോയത്. 3 രാത്രിയാണ് അവിടുത്തെ പള്ളിയിൽ വെച്ചിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളൊരു പാവം അച്ഛനാണെന്നുള്ള മനസ്സിലായി. 3-ാം ദിവസം എനിക്ക് മനസ്സിലായി ഇത് ഇന്ന് രാത്രി തീരില്ല, നാളെ രാവിലെ. ഇയാൾക്കാണെങ്കിൽ മമ്മൂക്കയ്ക്ക് ഫ്ലൈറ്റും ഉണ്ട്. പക്ഷെ കുറച്ച് നേരത്തെ വന്നാൽ 2-3 ഷോട്ട് എടുക്കാനുണ്ട്. ഞാൻ ആ ടെൻഷനിൽ തന്നെ അകത്ത് വീണ്ടും ലൈറ്റപ്പ് ചെയ്യുന്നു. ഞാൻ പതിപോലെ സിഗരറ്റ് കത്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഡിക്സണും അച്ഛനും തമ്മിൽ ശബ്ദം കേൾക്കാൻ വയ്യ. അച്ഛനെന്തോ കൈയും കാലം കാണിക്കും, ഡിക്സൺ ഇങ്ങനെ കാണിക്കും. അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറ്റില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ രാത്രി തന്നെ ഇറക്കി വിടാൻ. കേരളത്തിലെ അച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായ ജാട കാണിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ അച്ഛനകത്തോട്ട് കയറി പോകുന്നു. ഇപ്പോൾ ഡിക്സനെ വിളിച്ചു, ഡിക്സാ എന്താ സാറേ? അച്ഛൻ പ്രശ്നമായോ? ഇല്ല. അച്ഛൻ കൈയും കാലം കാണിക്കും, ഡിക്സൺ അതൊക്കെയാണ് കാണിക്കും. ഒന്നുമില്ല സാർ. ചിരിക്കുന്നത് എന്താ? അച്ഛൻ ചോദിച്ചു എത്ര നേരം പോകും ഷൂട്ടിങ്? ഒരു 1-2 മണിക്കൂർ. ഡിക്സ പറഞ്ഞു നമുക്കൊരെണ്ണം അടിക്കാമെന്ന് പറഞ്ഞു. ഡിക്സൺ പറഞ്ഞു ഇല്ല, ഷൂട്ടിൽ നടക്കും, ഞാൻ അടിക്കും. ഷൂട്ടിൽ ഡിക്സൺ അടി വാ.
അപ്പോൾ എനിക്ക് പിറ്റേന്നും പോകേണ്ടി വന്നില്ല. രാത്രി തന്നെ അച്ഛൻ പറഞ്ഞു എത്ര നേരം വെളുക്കുന്ന ഷൂട്ടുകളാണ്. അച്ഛൻ 2 ഡ്രിങ്ക് കുടിച്ച് പോയി പറയും. എല്ലാവരും പാക്കപ്പ് ചെയ്ത് പോയതിന് ശേഷം ഞാനും ശങ്കർ രാമകൃഷ്ണനുണ്ട്. അപ്പോൾ എൻ്റെയും രേവതിയുടെയും അടുത്ത സുഹൃത്ത് അപർണയുടെ വീടാണ് ആ ഗ്രാമത്തിലുള്ളത്. ഒരു 200 വർഷം പഴക്കമുള്ള വീട്. അപ്പോൾ അവരുടെ രേവതി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാനും ശങ്കറും കൊച്ചിക്ക് ഫ്ലൈ ചെയ്യാൻ നിൽക്കുക. അവർ മദ്രാസിലേക്ക്. ഞാൻ പറഞ്ഞു എനിക്കൊരു സ്ഥലത്ത് ഒന്നുകൂടെ പോകണം, പള്ളിയിൽ പോകണം. പള്ളി പുറത്ത് നല്ല വൈൻ ഷോപ്സ് ഉണ്ടല്ലോ, നല്ലൊരു വിലയുള്ള വിസ്കി വാങ്ങിച്ചിട്ട് അച്ഛനോട് കൊടുത്തു. അച്ഛനെ പോപ്പനെയൊക്കെ നേരിട്ട് കണ്ടൊരു ഭാവം. അച്ഛൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആ രൂപമുണ്ടല്ലോ അതിവിടെ വെച്ചിട്ട് പോകും. അവർ തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ ആർട്ടിലെ പിള്ളേർക്കൊരു ഇതുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് സാറ് റഷൊക്കെ കണ്ടിട്ട് ആ രൂപത്തിൻ്റെ ഫോർഗ്രൗണ്ടിലൊരു രൂപവും ഔട്ട് ഓഫ് ഫോക്കസിലൊരു മൂമെൻറ്റും ഒരു ഷോട്ട് വേണമെന്ന് പറഞ്ഞാൽ പണ്ടാറടങ്ങിയത് ഇവരിത് പാക്ക് ചെയ്തിവിടെ കൊണ്ടുപോകും. അത് ഞാൻ പിന്നെ അത് ഞാൻ ഓടിച്ചു വരുത്തണേ, ട്രെയിൻ കയറി ഗോവയ്ക്ക് വിട്ടിട്ട് CB പിന്നോട് പോയി ഷൂട്ട് ചെയ്തു. ഏതൊരു പടം? ഈ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഫിലിം മേക്കറിന്റെ പൊളിറ്റിക്സ് പറഞ്ഞു. രഞ്ജിത്തിന്റെ അഭിപ്രായം എന്താണ്? സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടോ? അതോ സിനിമയ്ക്ക് അങ്ങനെ പൊളിറ്റിക്സ് ഇല്ലേ? ഇപ്പം ഇസ്രായേലിലാവട്ടെ, അതുപോലെ ഒരു ജനതയെ ഒന്നായിട്ട് പലസ്തീനിലാവട്ടെ, ഈ പറയുന്ന ഒരു പാൻഡമിക് പോലെ ആക്രമിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇരകളായ ആളുകളുടെ കൂട്ടത്തിലെ ഫിലിം മേക്കേഴ്സിന് മറ്റൊരു വിഷയമല്ല, അവർ ഇതിലൂടെ തന്നെയല്ലേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ലോകത്തിനോട്. അതുകൊണ്ടല്ലേ മജീദിയും ഉള്ള ആളുകളുണ്ടായത്. നമ്മളെ അങ്ങനെ ബാധിക്കുന്നൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഉണ്ടെങ്കിൽ അതിനകത്തൊരു നല്ല സിനിമ വരും. അത് മൊത്തത്തിൽ ഇന്ത്യയെ അഡ്രസ്സ് ചെയ്യുന്നൊരു സിനിമ ഫിലിം മേക്കർ കൊണ്ടുവരും. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിന് ചെറുത്ത് നിൽക്കാൻ വേറെ ശക്തികളുണ്ട് ഇവിടെ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സീനിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ ദുരിതം നേർക്ക് ഉണ്ടാവുന്നില്ല. നമ്മളിപ്പോഴും പറയുന്നത് പ്രളയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കോവിഡിനെ കുറിച്ച്, നിപ്പ, അല്ലാതെ ആളുകളെ അസ്ഥിരപ്പെടുത്തുന്ന ജനജീവിതം സാധാരണക്കാരനെ ദുഷ്കരമാക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ വരുമ്പോഴാണല്ലോ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് മാറുകയും അതിൽ ഫിലിം മേക്കേഴ്സും ഉണ്ടാവും. അവരതിൽ നിന്നും അവർക്ക് പറയാനുള്ളത് സിനിമയ്ക്ക് ആധാരമാക്കുകയും ചെയ്യും.